ഏലത്തിന് വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകർ കൂട്ടത്തോടെ കൃഷി ഉപേക്ഷിക്കുന്നു. മലയോര മേഖലയിലെ തോട്ടങ്ങളിൽ നിന്ന് കർഷകർ ഏലച്ചെടികൾ വെട്ടുമാറ്റുകയാണ്. ഏലം കൃഷിയിൽ കേരളത്തിന്റെ കുത്തക ഇല്ലാതാകുന്നതിന് ഇത് കാരണമാകും. ഏലം വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകർക്ക് ഇത് വറുതിയുടെ കാലമാണ്. മുടക്കുമുതലിനേക്കാൾ വളരെ കുറഞ്ഞ വിലയെ കിട്ടൂ എന്നതിനാൽ കർഷകർ മിക്കവരും ഏലക്ക വിൽപ്പന നിർത്തി. പരിപാലനത്തിനും ചെലവേറിയതിനാൽ മിക്കയിടത്തും ഏലത്തോട്ടങ്ങൾ കാടുകയറി. പല കർഷകരും ഏലച്ചെടികൾ വെട്ടിമാറ്റുകയാണ്. നിലനിൽപ്പിനായി മറ്റു കൃഷികൾക്കുള്ള സാധ്യതകൾ തേടുകയാണിവർ. യാതൊരു വിളവിൻ്റെ ഗുണവുമില്ല. അത് മാത്രമല്ല, സർക്കാരിൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമായിരുന്നെങ്കിൽ അതുകൊട്ട് നടക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൃഷി വളരെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് അടുത്ത കൃഷിയിലേക്ക് മാറുക എന്നുള്ളതല്ല, വേറെ വഴി യാതൊരു മാർഗ്ഗവും കാണുന്നില്ല. 1.5 ലക്ഷത്തോളം തൊഴിലാളികളും 75,000-ഓളം ചെറുകിട കർഷകരുമാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ഏലം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. വിലയില്ലാതായതോടെ ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഒന്നാമത് നമുക്ക് ഏലത്തിൽ വിലയെന്ന് പറഞ്ഞ സാറ് നമുക്കില്ല. രണ്ടാമത് സർക്കാരിൽ എന്തെങ്കിലും ഗുണകരമായ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അത് നടക്കല. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് ഏലം പടിയിറങ്ങുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര വിപണികളിൽ കേരളത്തിന്റെ യശസ്സുയർത്തിയതിൽ ഏലത്തിന് സുപ്രധാനമായ പങ്കാണുള്ളത്. ഈ ഏലം കൃഷിയാണ് ആയിരക്കണക്കിന് കർഷകർ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നതും. സ്ഥിതി ഗുരുതരമാണ്. സർക്കാർ എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.